ബുദ്ധിയുള്ള ആളുകൾ സാധാരണക്കാരേക്കാൾ തങ്ങളെ വളരെയധികം കുറച്ചു കാണും. വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പ്രവർത്തിക്കുക മാത്രമല്ല, സ്വപ്നം കാണുകയും വേണം. ആസൂത്രണം ചെയ്യുക മാത്രമല്ല, വിശ്വസിക്കുകയും വേണം. വലിയ മനസ്സുകൾക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട്, മറ്റുള്ളവർക്ക് ആഗ്രഹങ്ങളുണ്ട്. ചെറിയ മനസ്സുകൾ നിർഭാഗ്യത്താൽ മെരുക്കപ്പെടുകയും കീഴടക്കുകയും ചെയ്യുന്നു. എന്നാൽ വലിയ മനസ്സുകൾ അവരെക്കാൾ ഉയർന്നു വരുന്നു. വിജയിച്ച വ്യക്തിയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം ശക്തിയുടെ അഭാവമല്ല, അറിവിന്റെ അഭാവമല്ല, മറിച്ച് ഇച്ഛാശക്തിയുടെ അഭാവമാണ്. തോൽവി അറിയുമ്പോഴാണ് വിജയം ഏറ്റവും മധുരമുള്ളതാകുന്നത്. പരിശീലനത്തിന്റെ ഓരോ നിമിഷവും നമ്മൾ വെറുക്കുന്നു. പക്ഷേ അപ്പോൾ നമ്മൾ ഓർക്കണം, വേണ്ട, ഇപ്പോൾ കഷ്ടപ്പെടാം, എന്നിട്ട് ജീവിതകാലം മുഴുവൻ ഒരു ചാമ്പ്യനായി ജീവിക്കാം. നിങ്ങളെ മറ്റെന്തെങ്കിലും ആകാൻ നിരന്തരം പ്രേരിപ്പിക്കുന്ന ഒരു ലോകത്ത് നിങ്ങളായിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ നേട്ടം. പിശാചി യോദ്ധാവിനോട് മന്ത്രിച്ചു, നിങ്ങൾക്ക് കൊടുങ്കാറ്റിനെ നേരിടാൻ കഴിയില്ല. യോദ്ധാവ് മറുപടി നൽകി, ഞാൻ തന്നെയാണ് കൊടുങ്കാറ്റ്. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നിങ്ങളുടെ ഭയത്തിന്റെ മറുവശത്ത് കാത്തിരിക്കുന്നു. എവിടെയും ജയിക്കുന്നതിന് നിങ്ങൾക്ക് ഒന്നിലധികം തവണ യുദ്ധം ചെയ്യേണ്ടി വന്നേക്കാം. ഒരു കപട പുഞ്ചിരിയിലൂടെ പോലും നിങ്ങൾ സന്തുഷ്ടനാണെന്ന് നിങ്ങളുടെ തലച്ചോറിനെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷവാനാണെന്ന് ചിന്തിക്കുവാൻ നിങ്ങളുടെ തലച്ചോറിനെ അത് പ്രേരിപ്പിക്കും. നമ്മുടെ മസ്തിഷ്കം വളരെ ശക്തമാണ്. അതിൽ വീഡിയോ സേവ് ചെയ്താൽ 100 വർഷങ്ങൾ കഴിഞ്ഞാലും അതിനെ സ്ട്രീം ചെയ്യാൻ കഴിയും. നേരത്തെ ഉറങ്ങുകയും രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുന്നവരെക്കാൾ രാത്രി വൈകുവോളം ഉണർന്നിരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ബുദ്ധിയുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു. ധ്യാനത്തിലൂടെ 8 ആഴ്ചക്കുള്ളിൽ നിങ്ങളുടെ തലച്ചോറിന്റെ ഘടന മാറ്റാവുന്നതാണ്. ഭക്ഷണക്രമവും വ്യായാമവും പോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിന് ബന്ധങ്ങളും പ്രധാനമാണ്.